നവ്യ ടീച്ചർ, മറ്റ് എത്രയും പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, നാം സ്ഥിരമായി പത്രങ്ങളിൽ വായിക്കുന്ന ഒരു വാർത്തയാണ് ചോര പിന്തുണയെ അമ്മത്തൊട്ടിൽ ഉപേക്ഷിച്ചു, ചവറപൂനയിൽ ഉപേക്ഷിച്ചു, ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി എന്നിങ്ങനെയുള്ളവ. നമ്മളെ പോലെ തന്നെ അമ്മയുടെയും പപ്പയുടെയും സ്നേഹലാളനങ്ങൾ അറിഞ്ഞ് ജീവിക്കാൻ അവകാശമുള്ളവരാണ് അവരും. പലരുടെയും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ് ഇത്തരം ക്രൂരതകൾ ചെയ്യുന്നത്. ഇതുപോലുള്ള വാർത്തകൾ ഇനിയും കേൾക്കാൻ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ബഹുമാനപ്പെട്ട അധ്യാപകരെ, പ്രിയ കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പറയാൻ പോണ യാത്രയെ കുറിച്ചാണ്. ഞാൻ 1ൽ പഠിക്കുമ്പോഴാണ് പപ്പയുടെയും അമ്മയുടെയും ചേച്ചിയുടെയും ചേട്ടായുടെയും കൂടെ തമിഴ്നാട്ടിൽ യാത്ര പോയത്. വണ്ടിയിൽ തന്നെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചു. മാനിഫെസ്റ്റിന് വന്ദനം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഒരു ദിവസം ടൂർ പോയതിനെ കുറിച്ചാണ്. ഞാനും ഒരുമിച്ചയും പള്ളിയിൽ നിന്ന് ഒരു ദിവസം ടൂർ പോയി. ഇടപ്പള്ളിയിൽ പോയി. അവിടെ നല്ല രസമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വല്ലാപാടപ്പള്ളിയിൽ പോയി. അടുത്തതായിരിക്കുന്നതാണ്. ഞാനും എൻ്റെ ചേട്ടായും പപ്പയും കൂടി ഒരു യാത്രയ്ക്ക് പോയി. ഞാൻ ആദ്യം ഞങ്ങളുടെ ആൻറ്റിമാരുടെ വീട്ടിൽ പോയി. അതിന് പറയാൻ പോകുന്നത് പള്ളിയിൽ നിന്ന് യാത്ര പോയതാണ്. ഞങ്ങൾ പള്ളിക്കാരെല്ലാവരും ഒരു ദിവസം യാത്ര പോയി. ഞാൻ അമ്മയും ചേട്ടായും അപ്പയും പോയത് ആലപ്പുഴയ്ക്ക് പോയപ്പം അവിടെ ബീച്ചിലും പോയി. ചിന്നക്കനാലിൽ കാട്ടാനയുടെ ആക്രമണമേറ്റ് ദാരുണാന്തി സംഭവിച്ച യുവാവ് കണ്ണീരിൽ കുതിർന്ന ആഗ്രഹങ്ങൾ. ഇന്നലെ കൃഷിയിടത്തിറങ്ങിയ കേക്കും ലജോൺ പറഞ്ഞ സംഭവം വാങ്ങിച്ചു. അനുഭവിച്ചു. ടീച്ചറിനെ പറഞ്ഞാൽ ചിത്രം പറഞ്ഞത് നന്ദി, നമസ്കാരം. എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയെ പറ്റിയാണ്. കഴിഞ്ഞ കൊല്ലം ഞാനും ചേട്ടായിയും അച്ഛനും അമ്മയുടെ അമ്മയും അമ്മാവനും കൂടി ശബരിമലയ്ക്ക് പോയി. ആദ്യമായാണ് ഞാൻ ശബരിമലയ്ക്ക് പോകുന്നത്. അച്ഛനും ചേട്ടായിയും പറഞ്ഞ ഓർമ്മകൾ മാത്രമാണ് ശബരിമലയെ പറ്റി. അയ്യപ്പനെ നേരിൽ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു അത്. താങ്ക് യു. മനസ്സിലാക്കുക. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ മനസ്സിനെ സ്പർശിച്ച ഒരു കാര്യമാണ്. 8 ദിവസം മുമ്പ് കർണാടകയിലെ ശിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ മലയാളി ലോറി ഡ്രൈവറായ അർജുനെ കാണാതായി. അപകടം നടന്നിട്ട് 8 മനസ്സിലാക്കുക. നമസ്കാരം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് എൻ്റെ മനസ്സിനെ സ്പർശിച്ച വാർത്ത ശിരൂരിലെ മണ്ണിടിച്ചിൽ നഷ്ടപ്പെട്ട അർജുനെ കുറിച്ചാണ്. കണ്ടുകണ്ടതിന്റെ ആരോ ആണെന്ന് തോന്നിപ്പോയി. വളരെ സങ്കടമേറിയ വാർത്തയായിരുന്നു അത്. കേരളക്കരയ്ക്ക് വലിയ വേദനയോടെ മാത്രമേ സ്നേഹ. അടുത്ത എഴുതുന്നു. I am talking to you about my oldest school days. Unforgettable memories, friends who became family, laughter that still echoes, moments that shaped us. Our school days has behind maybe end, but the bond we are sharing forever in my heart. First day we are going to school with a bag, but the last day come to home with a lot of memories. Some memories are always special, but that is never come back. Thank you everyone. പിറ്റേ ദിവസം പാതിരാമണൽ ദ്വീപിൽ പോയി. അവിടെ നിരവധി കായലുകളും വനം പ്രദേശങ്ങളും ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ചാണ്. ഞാൻ പോയത് എൻ്റെ അമ്മയുടെ വീട്ടിലാണ്. ഞാൻ പോയത് കാറിനാണ് പോയത്.